കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകുമെന്നുള്ള വിഷയത്തിൻ്റെ ഒരു എപ്പിസോഡ് കൂടി ചെയ്യണമെന്ന് ഹൃദയത്തിൽ താല്പര്യം തോന്നി ചില വചനഭാഗങ്ങൾ കോർത്തിണക്കി ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മൾ ചിന്തിച്ച വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. ഇന്ന് കർത്താവിൻ്റെ വരവിന് മുൻപുള്ള ഈ ലവോദിക്ക പീരീഡിൽ നോഹയുടെ കാലത്ത് സംഭവിച്ച പാപത്തിൻ്റെ പട്ടികയേക്കാൾ എത്രയോ മടങ്ങാണ് പാപത്തിൻ്റെ പട്ടികയെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. നോഹയുടെ കാലത്ത് തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, മനുഷ്യൻ എൻ്റെ ആത്മാവ് സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ്റെ ഇടം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്നരുളി ചെയ്തു. നമ്മളതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു. അന്ന് മല്ലന്മാരുണ്ടായിരുന്നു. ഇന്ന് മല്ലന്മാരേ ഉള്ളൂ. രാഷ്ട്രീയ കോളത്തിലാണെങ്കിലും ഏത് ആത്മീയ കോളത്തിലെടുത്ത് നോക്കിക്കോ, മല്ലന്മാർ സ്വൈരമായി വിരഹിക്കുക. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ. അത് കഴിഞ്ഞ് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്ന് കണ്ടു. എപ്പോഴും അവൻ്റെ ഹൃദയ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുന്ന നിമിത്തം അനുതപിച്ചു. അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. താൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ച് കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ, അവയൊക്കെ ഉണ്ടാകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹയുടെ കാലഘട്ടത്തെ മുഴുവൻ ദൈവം ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അതുപോലെ ഈ കൃപായുഗത്തിൽ നമുക്കും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുക. അവൻ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുക. നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അതുകൊണ്ടാണ് ഈ കർത്താവിനെ കണ്ടെത്താനിടയായി തീർന്നത്. അതുകൊണ്ടാണ് ഈ ദൈവകൃപ പ്രാപിക്കാനിടയായി തീർന്നത്. വാത്സല്യ ദൈവമക്കളെ, ഞാൻ പലപ്പോഴും ചിന്തിക്കും, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ദൈവബദലായി ജീവിക്കാൻ കർത്താവ് ഇടയാക്കിയത്? കൃപ. എനിക്ക് മനസ്സലിവ് തോന്നണം എന്നുള്ളവരോട് മനസ്സലിവ് തോന്നും. കർത്താവിന് എന്നോട് മനസ്സലിവ് തോന്നി. എൻ്റെ കുടുംബത്തിലെ എൻ്റെ സഹോദരന്മാരിൽ വെച്ച് ഏറ്റവും പ്രിയനായിട്ട് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ടോ എൻ്റെ ദൈവമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം കൊണ്ടൊന്നുമല്ല, കൃപയാൽ കൃപയാൽ കൃപയാൽ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശയം പ്രാപിച്ച് വിശുദ്ധിയിൽ വേർപാടിൽ ജീവിക്കുന്ന ദൈവജനം ഇങ്ങനെ ചിന്തിക്കണം: കൃപയാൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുക. എക്കാലത്തും ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവത്തെ സേവിക്കാനായിട്ട് എക്കാലത്തും ഒരു ശേഷിപ്പിനെ ദൈവം വേർതിരിക്കുന്നുണ്ട്. ആ ശേഷിപ്പിൻ്റെ ഉള്ളിൽ ഞാനായെന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. അതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്തു. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ആ ശേഷിപ്പിൻ്റെ ഉള്ളിലായവരാ. അതുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നത്, അതുകൊണ്ട് ഈ പത്യവചനം പത്യോപദേശം നിങ്ങൾ കേൾക്കുന്നത്, അതുകൊണ്ട് ഈ പത്യവചനം പത്യോപദേശം അനുസരിച്ച് ജീവിച്ച് നോഹയെപ്പോലെ കൃപ ലഭിച്ചവരായി കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ, അതിനു മുമ്പ് മരിച്ചുപോയ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ സമർപ്പിച്ച് മുമ്പോട്ട് പോകേണ്ട കാലമാണിത്. ഇനി കാലം അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഈ പഴയ ഭൂമി വാസയോഗ്യമല്ലാത്തതായി തീർന്നുകൊണ്ടിരിക്കുന്നു. 100% ശരിയാണ്. ഈ പൊല്യൂഷൻ സിസ്റ്റം ഒക്കെ അവിടെ നിന്ന് വന്നു. കാർബൺ പൊല്യൂഷൻ, ബൈക്കിന് പൊല്യൂഷൻ, എല്ലാത്തിനും പൊല്യൂഷൻ. ഓസോൺ പാളിക തകർന്നു കഴിഞ്ഞു. ദുഷ്ടന്മാർ പെരുകിക്കഴിഞ്ഞു ലോകത്ത്.
രാഷ്ട്രീയ അന്തരീക്ഷം നിങ്ങൾ ഒരു സ്ഥലത്ത് പഠിച്ചു നോക്കിയേ. നമ്മുടെ ചുങ്കപ്പണം, നമ്മുടെ പൈസ, ഖജനാവിൽ വീഴുന്ന പൈസ അത് അടിച്ചു മാറ്റി സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, വകതിരിച്ച് ഉപയോഗിക്കുന്നു. അവരവരുടെ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും വേണ്ടി അത് ചെലവഴിക്കുന്നു. പരിണിത ഫലം ജനം മുഴുവൻ നെടുവീർപ്പോടെ മുമ്പോട്ട് പോകേണ്ട സാഹചര്യം. കേന്ദ്രത്തില് ഒരു വലിയ ക്ഷേത്രക്കൊള്ള നടന്നതിനെ കുറിച്ച് പത്രദ്വാര സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവത്തിൻ്റെ പേരിൽ വലിയ കൊള്ള നടക്കുന്നു. കേരളത്തിലും അത് നടന്നു, നിങ്ങൾക്കറിയാം. ദൈവത്തിൻ്റെ പേരിൽ ആത്മീയ കോളത്തിൽ വ്യാജ സുവിശേഷകന്മാർ മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ്, മറ്റൊരു ക്രിസ്തു എന്ന നിലയിൽ ശക്തിയോടെ വ്യാജം നടന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇരകളായ അനേകർ തീർന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടും ചിന്തിക്കുമ്പോൾ നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകുമെന്ന് പറഞ്ഞത് സംഭവിച്ചു കഴിഞ്ഞു. സഹോദരങ്ങളെ, സഹോദരി സഹോദരന്മാരെ, താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ, ഹല്ലേലൂയ. ഞാൻ ഈ റോമാലേഖനത്തിലെ ചില ചിന്തകൾ എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് വരുവാനിടയായി തീർന്നു. ഞാനത് നിങ്ങളെ ഒന്ന് ഗ്രഹിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. റോമാലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നോഹയുടെ കാലഘട്ടത്തെക്കാൾ അതിക്രമിച്ച പാപത്തിൻ്റെ പട്ടികയാണ് പൗലോസ് എടുത്തു തരുന്നത്. ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശയാണല്ലോ. നോഹയുടെ കാലഘട്ടത്തെ ആ അവസ്ഥകളെ കുറിച്ച് എഴുതിയതിനേക്കാൾ എത്രയോ ഭീഭത്സമാണ് ഇവിടെ. ഞാനത് നിങ്ങളെ വായിച്ച് ഗ്രഹിപ്പിക്കാൻ എനിക്ക് ആത്മാവിൽ ഹേമമുണ്ട്. അനീതി കൊണ്ട് സത്യത്തിൽ അടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. നോഹയുടെ കാലഘട്ടത്തെക്കാൾ ഗുരുതരമായ പാപത്തിൻ്റെ ഭാരം പേറുന്ന ഒരു ജനതയായി സ്വത്രം BC-യിലും ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പും അനോഡോമിനിൽ ക്രിസ്തുവിന് ശേഷവും മാനവജാതിയായി തീർന്നുവെന്ന് സത്യവേദ പുസ്തകത്തിലൂടെ പഠിക്കുക. തങ്ങളുടെ നിരൂപണങ്ങളിൽ ഒരു വ്യർത്ഥരായി മാറി. ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് പോകാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ, ലോകമനുഷ്യൻ്റെ ചിത്രം ഇവിടെ കാണുന്നത് റോമാലേഖനം 1-ാം അധ്യായം ലോകമനുഷ്യനെ കാണിക്കുന്നു, ജാതികളെ. 2-ാം അധ്യായം യഹൂദൻ്റെ വിഷയമാണ് കാണിക്കുന്നത്. യഹൂദൻ്റെ ചിത്രമാണ് 2-ാം അധ്യായത്തിൽ. 3-ാം അധ്യായത്തിൽ യഹൂദനും ജാതിയും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ ദൈവം നീതീകരിക്കുന്നുവെന്ന് 3-ാം അധ്യായത്തിൻ്റെ 19 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. സ്തോത്രം. നമുക്ക് നമ്മുടേതായ ചില നിരൂപണങ്ങൾ, സെൽഫ് ഇമാജിനേഷൻ, സ്വന്തം കണക്കൂട്ടുകൾ, നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്നതനുസരിച്ച്, മനുഷ്യൻ്റെ ബുദ്ധിക്കനുസരിച്ച്, മനുഷ്യൻ്റെ സ്വന്തം നിരൂപണങ്ങൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ഇത്ര അധപ്പതിക്കാനുള്ള കാരണം അവൻ്റെ സ്വന്തം നിരൂപണം അനുസരിച്ച്, സ്വന്തം ഹിതത്തിനനുസരിച്ച് അവൻ്റെ ജീവിതത്തെ അവൻ മുന്നോട്ട് നയിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ ഈ ഈ ഈ ഈ ക്രിസ്തുവിന് ശേഷമുള്ള കാലത്തുള്ള മനുഷ്യൻ്റെ തകർച്ചയെക്കുറിച്ചുള്ള പഠിപ്പിക്കുന്നത്. മറ്റ് ബിഫോർ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടമാണ് നോഹയുടെ കാലം. ഇവിടെ ക്രിസ്തുവിന് ശേഷമുള്ള കാലത്തെക്കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നത്. തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി. അപ്പം രണ്ടു കൂട്ടരും വഷളായി. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും ലോകജാതി മുഴുവൻ. ഞാൻ ഈ രാഷ്ട്രീയ കാര്യങ്ങളെ തന്നെ എന്നെടുത്ത് വിലയിരുത്താനിടയായി. നമ്മളെ ഭരിക്കുന്നവർ തന്നെ ഇപ്പോൾ ഇച്ചിരി ഭരണത്തിന് ഇച്ചിരി വ്യത്യാസമുണ്ടെന്ന് എല്ലാവരും ഒരേപോലെ തലകുലുക്കി സമ്മതിക്കുന്ന ഒരു 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 വിഷയമാണ്. അതെല്ലാവർക്കും അറിയാം. വിവേകവും പരിജ്ഞാനവും സുബോധമുള്ളവർക്കൊക്കെ അറിയാം.
ചില പാർട്ടികളിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് പോകുന്നവർക്ക് ചിലപ്പോൾ അതൊന്നും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആരെന്നോട് ചോദിച്ചാൽ പറയും തമ്മിൽ തൊമ്മനാന്ന് പറയും. ഏത് പാർട്ടിയാണെങ്കിലും പണ്ട് ഗാനവച്ചൻ പറഞ്ഞ പോലെ ഒന്ന് പിശാചാണെങ്കിൽ ഒന്ന് ഭൂതം ഒന്ന് ചെകുത്താൻ എല്ലാം കണക്ക് തന്നെ. പക്ഷേ തമ്മിൽ തുമ്മൻ മറ്റു ഭരണത്തെക്കാൾ മെച്ചമുള്ളൊരു ഭരണമായി ഇപ്പോൾ നടക്കുന്നത്. ലഹരി വിമുക്ത കേരളമായി തീരാൻ അക്ഷാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. തന്നിമിത്തം യുവതലമുറകളിൽ നല്ലൊരു ശതമാനം നശിച്ചു പോകാതെ രക്ഷപ്പെടുമെന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ലഭ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്വത്രം കുടിക്കാനുള്ളത് എങ്ങനെയാണെങ്കിലും കുടിക്കും. മദ്യം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് എവിടെ നിന്നെങ്കിലും അവർ ഒപ്പിച്ച് കുടിക്കും. പക്ഷേ അതിൻ്റെ ലഭ്യത കുറഞ്ഞു. മുൻ ഭരണത്തെക്കാൾ ഇപ്പോഴത്തെ ഭരണം അതിൽ കടിഞ്ഞാനിടുന്നു എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ട്. ഞാൻ ആ ഭാഗത്തു നിന്ന് ഇവിടെ സ്വന്തം സെൽഫ് ഇമാജിനേഷൻ, തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. എന്നിട്ട് എന്ത് പറ്റി? അവിടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഹൃദയം ഇരുണ്ടുപോയി. ഇരുണ്ടുപോയപ്പോൾ എന്താ സംഭവിച്ചത്? ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. സ്വയം ജ്ഞാനികളെന്ന് അഭിമാനിച്ചവർ മൂഢരായിപ്പോയി. ചിന്തിക്കാതെയോ മക്കളെ? റോമർ 1:21 തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അതുകൊണ്ട് അവർക്ക് സംഭവിച്ചത് ഹൃദയം ഇരുണ്ടുപോയി. അവർ മൂഢരായിപ്പോയി. സ്വതന്ത്രം. ഹല്ലേലൂയ. തങ്ങളുടെ നിരൂപണങ്ങളിൽ ഒരു വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അങ്ങനെ മൂഢരായിപ്പോയപ്പോൾ സംഭവിച്ചത് എന്താ? അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ സ്വന്തം നിരൂപണങ്ങളിലേക്കും സ്വന്തം ഇഷ്ടപ്രകാരവും ഉൽപ്പത്തി 6 പറയുന്ന പോലെ തന്നെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ സെൽഫ് ഇമാജിനേഷൻ, തങ്ങളുടെ നിരൂപണങ്ങളിൽ രണ്ടും ഏകദേശം ഒരുമിച്ച് നമുക്ക് പഠിക്കാവുന്ന കാര്യം തന്നെയാണിത്. ഹല്ലേലൂയ. അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അപ്പോൾ എന്താ സംഭവിച്ചത്? അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ, ക്ഷയമില്ലാത്ത ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റി. ആൾ ദൈവങ്ങൾ സ്വത്രം എഴുന്നേറ്റ് വരാനിടയിൽ പക്ഷികൾ ദൈവങ്ങളായി, നാൽക്കാലികളെ ദൈവങ്ങളായി, ഇഴജാതികൾ ദൈവങ്ങളായി, പട്ടിയും പൂച്ചയും പശുവും കാളയും എരുമയും പോത്തും എല്ലാം ദൈവങ്ങളായി. സത്യം പറഞ്ഞാൽ ഈ വാക്യം ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് നമ്മുടെ ഭാരതത്തിലെ ട്രഡീഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളതൊക്കെ ഉണ്ട്, വിഗ്രഹാരാധനകളും അന്യദൈവങ്ങളെ ആരാധിക്കുന്നതും ഒക്കെ ഉണ്ട്, ദൈവങ്ങളല്ലാത്തവരെ ദൈവങ്ങളെ പക്ഷെ നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലെന്നാണ് തോന്നിപ്പോവുക. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയോ? വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്ന് നോക്കിയ പാമ്പിനെ കൊന്ന പാമ്പ് ദൈവം, പശുവിനെ കൊന്ന പശു ദൈവം, പോത്ത് ദൈവം, എലി ദൈവം, പുലി ദൈവം, എല്ലാം ദൈവങ്ങൾ. നോക്കി, നോഹയുടെ കാലത്തേക്കാൾ അധപ്പതിച്ചൊരു കാലമാണെന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ഇവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവത്തെ എങ്ങനെ കണ്ടു? മനുഷ്യനെ ദൈവമായിട്ട് കണ്ടു, പക്ഷിയെ ദൈവമായിട്ട് കണ്ടു, നാൽക്കാലിയെ ദൈവമായിട്ട് കണ്ടു, ഇഴജാതിയെ ദൈവനായിട്ട് കണ്ടു. കഴുത്തിൽ പാമ്പും തൂക്കിയിട്ടിരിക്കും, നമുക്കറിയത്തില്ലേ ഹൈന്ദവ പശ്ചാത്തലം പഠിക്കുമ്പോൾ? എല്ലാം ദൈവങ്ങളായി. അടുത്ത പൗലോസിൻ്റെ ടീച്ചിങ് എന്ന് എനിക്ക് അത്ഭുതമായിട്ട് തോന്നുക 24-ാമത്തെ വാക്യം, റോമർ 1:24. അതുകൊണ്ട്, അങ്ങനെ ചെയ്തതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. നോഹയുടെ കാലഘട്ടത്തെക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് മാനവജാതി മാറ്റപ്പെടാനിടയായതാ പൗലോസോടെ പറയുന്നത്. അശുദ്ധിയിലേൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി.
സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അപ്പൊ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടി ആരാധിക്കാൻ തുടങ്ങി. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ, പക്ഷിയെ, നാൽക്കാലി, ഇഴജാതി, എലി, പുലി. വടക്കേന്ത്യയിൽ ചെന്ന ചില ക്ഷേത്രങ്ങളിൽ ദൈവത്തിന് പ്രസാദം നേരുന്ന ഈ അവലൂസുണ്ടയുടെ പൊടി പോലത്തെ പൊടികളുണ്ട്. ആ പൊടി കൊണ്ടുവന്ന് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുക. ആ പൊടിയിൽ വലിയ പാത്രത്തിലാണ് ഇങ്ങനെ നിരത്തി വെക്കുന്നത്. എലി വന്ന് കാഷ്ടിച്ച്, എലി അതിലൂടെയൊക്കെ നടന്ന് ആ എലി കാഷ്ടിക്കുകയും മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്തത് അത് വലിയ നിവേദ്യമായിട്ട് വാരി തിന്നുന്ന മനുഷ്യർ. പശു ഒഴിക്കുന്ന മൂത്രം ടൈ കെട്ടിയ വക്കീലും കോടതി പോകുന്ന വക്കീലന്മാരും ഡോക്ടർമാരും ബുദ്ധിജീവികൾ പശുവിൻ്റെ ചന്തിക്ക് തട്ടിയ മൂത്രം കുടിക്കുക, അത് ദിവ്യ ഔഷധമായിട്ട് കുടിക്കുക, പശുവിനെ ദൈവമായിട്ട് കാണുക. സത്യത്തിൽ ഈ അവസ്ഥ ബിഫോർ ക്രൈസ്റ്റ് ഉണ്ടായിരുന്നോ? കാണുമായിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പോൾ പ്രസന്റ് സമയം ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന ട്രഡീഷനാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങളെ ദൈവജനം പഠിപ്പിച്ച ദൈവവൃത്തിനെ അത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ ആർഷഭാരതത്തിൽ ബുദ്ധിജീവികളുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വെച്ച് ഇന്ത്യക്ക് ഒരു പ്രത്യേക പേരും വിലയുണ്ട്. അമേരിക്കയിലെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, കമ്പ്യൂട്ടർ ഫീൽഡിലുള്ളവർ ഇന്ത്യക്കാരാണ്. അതുപോലെ UK-യിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നഴ്സുമാർ, ഡോക്ടർമാർ, അങ്ങനെ വേണ്ട ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസവും വിവേകമുള്ളവരൊക്കെ നമ്മുടെ കേരളക്കാർ, ഇന്ത്യക്കാർ, ഇന്ത്യയിൽ 28 സംസ്ഥാനത്തിൽ എസ്പെഷ്യലി കേരളക്കാർ. അങ്ങനെയുള്ള നമ്മുടെ ഭാരതത്തിൽ ഇതുപോലുള്ള നീചമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. മനുഷ്യനെ, പക്ഷിയെ, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് ഏൽപ്പിച്ചു, അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അതെന്താ അശുദ്ധിയിൽ ഏൽപ്പിച്ചത്? ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. ഒന്ന് ശ്രദ്ധിക്കണേ, ഹൃദയം ഇരുണ്ടുപോയപ്പോൾ എന്താ സംഭവിച്ചേ? സൂത്രം മൂഢന്മാരായിപ്പോയി. മൂഢന്മാരായി, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂഢന്മാരായി. അക്ഷനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് ഏൽപ്പിച്ചു, അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല, ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവരെന്നേക്കും മഹത്വം. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. ഇന്ന് കാണുന്ന മോറൽ വീക്ക്നെസ്, സ്വവർഗാനുരാഗികളുടെ ഉത്ഭവം, സ്തോത്രം, അന്നും ഇന്നുമുണ്ട്. ഇന്നത് കൂടുതലാണ്. ഒരു കർത്താവിൻ്റെ ദാസൻ ഇസ്രയേലിനെ കുറിച്ച് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു കേട്ടു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇസ്രയേലിൽ യൂത്ത്സിൽ നല്ലൊരു ശതമാനം സ്വവർഗാനുരാഗികളാണ്. അവർക്ക് വിവാഹം വേണ്ട. യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്യാൻസർ പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു മാരക രോഗമായി അത് മാറി. നമ്മുടെ ഭാരതത്തിലും അത് വന്നു, നമ്മുടെ കേരളത്തിലും അത് വന്നു, ഞങ്ങളുടെ കൊച്ചി പട്ടണത്തിലും അതുണ്ട്, കേരളത്തിൻ്റെ 14 ജില്ലകളിൽ അതുണ്ട്, ഭാരതത്തിൻ്റെ 28 സംസ്ഥാനങ്ങളിൽ ഇതുണ്ട്. ആഗോള വ്യാപകമായി മനുഷ്യൻ അശുദ്ധിയിലേക്ക് മൂക്കുകുത്തി സ്വവർഗാനുരാഗികളായി മാറി. വിവാഹങ്ങൾ കുറഞ്ഞു വരുന്നു. സ്തോത്രം, സ്തോത്രം. ലിവിങ് ടുഗദർ ഉടലെടുത്തു. സ്തോത്രം. അവർക്ക് വിവാഹം വേണ്ടല്ലോ, കുറച്ചാൾ ജീവിച്ചിട്ട് പൊക്കോളുക. ഒരു കൂട്ടർ ഞങ്ങൾക്ക് പെണ്ണുമായിട്ട് മതി, ആണുമായിട്ട് മതി. ഇതിൻ്റെയൊക്കെ മൂല കാരണം ചിന്തിച്ചോളം, തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി.
വ്യർത്ഥരായപ്പോൾ മനുഷ്യൻ മൂഢന്മാരായി. മെൻപാസ എഡ്യൂക്കേറ്റഡ് അനിമൽ എന്ന് ചിന്തകൻ പറഞ്ഞത് അന്വർത്ഥമായി മാറി. മനുഷ്യനൊരു വിവേകമുള്ള മൃഗമായി മാറി. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും, ആയിക്കഴിഞ്ഞു. ഇതാ കൃപായുഗത്തിൽ ഒരു പെട്ടകം നിൽക്കുന്നു. നോഹയുടെ കാലത്ത് ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞ് മെഷർമെൻറ്റ് കൊടുത്തു. നോഹ പെട്ടകമുണ്ടാക്കി 120 വർഷം പ്രസംഗിച്ചു. അതുപോലെ ഞങ്ങളും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവായി. ഇതാ കൃപായുഗത്തിൽ ഒരു പെട്ടകം പിതാവാം ദൈവം യേശു ക്രിസ്തുവിനെ ഒരു പെട്ടകമായി നിർത്തിയിരിക്കുക രക്ഷപ്പെടാൻ. ആർക്കെങ്കിലും രക്ഷപ്പെടണമോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവും ഭക്തികത്വ ഉപദേശം അനുസരിച്ച് ഒരു ദൈവവൈതലായി കർത്താവിൻ്റെ ഒരു ദാസനായി ദാസിയായി ജീവിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെടാം. ക്രിസ്തുവിൻ്റെ ഉപദേശം, ഭക്തിവചനം, പത്യോപദേശം അനുസരിച്ച് ജീവിച്ചാൽ ഈ കൃപായുഗത്തിൽ ഒരു പെട്ടകമെന്ന നിലയിൽ രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പേ തുറന്നു വയ്ക്കുന്നത്. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് വചനം അനുസരിച്ച് ജീവിച്ച് നിത്യതയിലേക്ക് ചേർക്കപ്പെടാനിടയായിത്തീരും എന്നാണ് അതിൻ്റെ അർത്ഥം. വചനം അനുസരിക്കണം. പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്ന പത്യവചനം, പത്യോപദേശം അനുസരിക്കണം. ഹല്ലേലൂയ. എന്തു പറ്റി? മനുഷ്യൻ അശുദ്ധിയിൽ. അതിനെക്കുറിച്ച് ചില കാര്യം കൂടി പറയാൻ താല്പര്യമുണ്ട്. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. അവിടെ പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആളോടാൻ അവലക്ഷണമായത് പ്രവർത്തിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. നോഹയുടെ കാലഘട്ടത്തെക്കാൾ അതിക്രമിച്ചു സഹോദരങ്ങളെ പാപം. നോഹയുടെ കാലഘട്ടത്ത് പാപം വർദ്ധിച്ചപ്പോൾ ജനത്തെ ജലപ്രളയം കൊണ്ട് മുക്കിക്കൊന്നെങ്കിൽ, ലോകത്തിലെ സകല മനുഷ്യരെ നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ, ഇതായി കൃപായുഗത്തിൻ്റെ അന്ത്യപീരീഡിൽ ക്രിസ്തുവാകുന്ന പെട്ടകം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പിതാവാം ദൈവം തന്നിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തികത്വ ഉപദേശം അനുസരിച്ച് കർത്താവിൻ്റെ ഒരു മകനായി ഒരു മകളായി ജീവിച്ചാൽ ആ പെട്ടകത്തിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ എന്തോ പറ്റും? നോഹയുടെ കാലഘട്ടത്തെ ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചെങ്കിൽ ഇനിയുള്ള കാലഘട്ടത്തെ ഈ മാനവജാതിയെ മുഴുവൻ അഗ്നിപ്രളയത്തിലൂടെ ദൈവം നശിപ്പിക്കുമെന്നാണ് തിരുവെഴുത്തുകളിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. പത്രോസ് പറയുന്നു, ഭൂമിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. വാത്സല്യ ദൈവമക്കളെ, ഭയത്തോടെ വിറയലോടെ ഇന്നൊരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതായി പാപം വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വർഗാനുരാഗികളും ദുഷ്ടന്മാരും നീചന്മാരും മല്ലന്മാരും അക്രമാസക്തമായ നിലയിൽ ഇടപെടുന്ന മാനവജാതികളുടെ നടുവിൽ നമുക്കൊരു പെട്ടകം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു. ഏതാണ്? ക്രിസ്തുവിൻ്റെ ഉപദേശം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭക്തിവചനം ഭക്തിക്കൊത്ത് ഉപദേശം അനുസരിച്ച് ജീവിച്ചാൽ ആ ക്രിസ്തുവാകുന്ന പെട്ടകത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാം. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കർത്താവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതൊരു കോമൺ ട്രൂത്ത് ആണെങ്കിലും കർത്താവിൽ വിശ്വസിച്ച് അവൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ച്, അനുദിനം പ്രമാണം അനുസരിച്ച് ജീവിച്ച്, നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തേക്ക് നടത്തപ്പെടുവാൻ സ്വർഗം നമുക്കിതാ ഒരു വഴി തുറന്നു തന്നിരിക്കുന്നു. അപ്പോൾ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥനായി തീർന്നവർ എന്തൊക്കെയാണ് ചെയ്തത്? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നുള്ള രൂപസാദൃശ്യമാക്കി ദൈവത്തെ മാറ്റിക്കളഞ്ഞപ്പോൾ എന്തു പറ്റി? ദൈവം അവരുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടി ഭജിച്ച് ആരാധിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ദൈവമേൽപ്പിച്ചതാ, വേറെ ആരുമല്ല. സ്തോത്രം. ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ഭാഗം ഓടി വരുന്നുണ്ട്. ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ച് ഗ്രഹിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാമത്തെ അധ്യായം, പല പ്രാവശ്യം അത് പ്രസംഗിച്ചിട്ടുണ്ട്. ആ 6-ാം അധ്യായത്തിലെ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുക. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്യരുടെ കയ്യിലേൽപ്പിച്ചു. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തപ്പോൾ ദൈവം അവരെ മിദ്യാന്യരുടെ കയ്യിലേൽപ്പിച്ചു. മിദ്യാൻ വന്നവരുടെ കൃഷികളെയും അവരുടെ സമ്പത്തുകളെയും എല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അതുപോലെ പുതിയ നിയമസഭ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാതിരുന്നാൽ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കും ദൈവം. സ്തോത്രം. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ പുറകെ പോകുന്നവനെ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കും. തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 2-ാം ലേഖനം 2-ാം അധ്യായം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്ന ദുരന്തം വളരെ വലുതാണ്. സ്തോത്രം. രക്ഷിക്കുന്ന ദൈവം തന്നെയാണ് ശിക്ഷാവിധി നടത്തുന്നത്, പിശാചിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇസ്രായേൽ മക്കളെ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാന്യർ അവരെ പീഡിപ്പിച്ചു, അയ്യം വിളിച്ചു, നിലവിളിച്ചു, ഒരു രക്ഷകനെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഒരു വലിയ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം തരുന്നത്. സിംശോൻ, ബാരക്ക്, യെഫ്താഹ്, അങ്ങനെ ഒരു വലിയ ന്യായാധിപന്മാരുടെ അതിലൊരു സഹോദരിയുണ്ട്. ഒരു ലിസ്റ്റ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പാപം ചെയ്യുമ്പോൾ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു ദൈവം. സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. സ്ത്രീയും പുരുഷനും ഇല്ലാത്ത അവസ്ഥയായി. യൗവന സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. യൗവനം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ചൊലിച്ച് ആളോടാൻ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. മനസ്സിലായല്ലോ? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ, ഇഷ്ടമല്ലാത്തത് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു. അശുദ്ധിയിൽ ഏൽപ്പിച്ചു, അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, അവസാനം നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു. നികൃഷ്ട ബുദ്ധി. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രിയ മന്ത്രി പറഞ്ഞൊരു വാക്കാണ് നികൃഷ്ട ജീവി എന്ന്. ഒരു പുരോഹിതനെ ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്നൊരു ഇംഗ്ലീഷുകാരുടെ ഒരു പഴമൊഴിയുണ്ട്. ബഹുമാനം കൊടുക്കുക, ബഹുമാനം വാങ്ങുക. ഈ ബഹുമാനം കൊടുക്കാത്തതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി എടുത്ത് തോട്ടിലോട്ട് കളഞ്ഞു. പുള്ളിയുടെ പദപ്രയോഗങ്ങളും പുള്ളിയുടെ ഇടപാടുകളും ആർക്കും സ്വീകാര്യമല്ലാതായി. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ ദൈവം അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു, അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. ദൈവം ഒരു ഉചിതമല്ലാത്തത് ചെയ്യാൻ തക്കവണ്ണം, ഉചിതമല്ലാത്തത് ചെയ്യുവാൻ തക്കവണ്ണം, സ്തോത്രം, അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? അശുദ്ധിയിൽ ഏൽപ്പിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്? സ്തോത്രം. അവർ സകല അനീതിയും ദുഷ്ടതയും നിറഞ്ഞവരായി മാറി. അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവരായി തീർന്നു. അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവരായി മാറി. കുരുളക്കാർ, റേഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷ സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികർ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവരറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്യുന്നു. 21 കൂട്ടം പാപത്തിൻ്റെ കഠിനമായ അവസ്ഥയിലേക്ക് ജനതതി മാറ്റപ്പെട്ടു. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകുമെന്ന് കർത്താവ് പറഞ്ഞതിന് നോഹയുടെ കാലത്തെ കവച്ചു വയ്ക്കത്തക്ക നിലയിൽ പാപത്തിൻ്റെ പട്ടിക മനുഷ്യനിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാറ്റഗറിപ്പെട്ടവരാണ് നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന മന്ത്രി, MLA മാർ, അവരിലുള്ള മന്ത്രിമാർ, നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാർ. അപ്പോൾ ഇവർ എന്ത് ചെയ്താലും നന്നായി വരത്തില്ല. ആര് ഭരിച്ചാലും നാട് നന്നാകാൻ പോകുന്നില്ല. കുറച്ച് നാളൊക്കെ തമ്മിൽ തൊമ്മൻ, ഞാൻ ആ പദം തന്നെ ഉപയോഗിക്കുക. മറ്റു ഭരണത്തെക്കാൾ കുറച്ച് നന്നായിരിക്കും ഇത്. പക്ഷേ ഇതൊന്നും ശരിയാകത്തില്ല. കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല്
ഈ സാമ്രാജ്യങ്ങളെ മുഴുവൻ തകർക്കും. നെബൂഖദ്നേസർ രാജാവ് കണ്ട ബിംബം, സ്തോത്രം, വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു വിഷയമാണ്. അതൊന്ന് തൊട്ടുപോകാനായിട്ട് എനിക്ക് പ്രേരണയുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ ഭാഗം എൻ്റെ ഹൃദയത്തിൽ കയറി വന്നു. അതുകൊണ്ട് ഒന്ന് തൊട്ടുപോവുകയാണ്. രാജാവ് കണ്ട ബിംബം. എന്താണ് ആ രാജാവ് കണ്ട ബിംബത്തിൻ്റെ അവസ്ഥ? അതിവിശേഷതയുള്ളതും ആ ബിംബത്തിന് മുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും ഇരുമ്പ് തുട ഇരുമ്പ് കൊണ്ടും കാൽപ്പത്തി ഇരുമ്പ് കൊണ്ടും പകുതി കളിമണ്ണുമായിരുന്നു. ഈ 4 സാമ്രാജ്യങ്ങൾ ഇതിനെയാണ് കാണിക്കുന്നത്. തങ്കം, വെള്ളി, താമ്രം, ഇരുമ്പ്, കളിമണ്ണ് ഇതിനെ കാണിക്കുന്നത്. ബാബിലോൺ, മേദ്യ, പെർസ, ഗ്രീസ്, റോം. അവസാനം കാണിക്കുന്നത് റോമാ സാമ്രാജ്യത്തിന് ശേഷം ഒരു ജനാധിപത്യം വന്നു. ഇരുമ്പും കളിമണ്ണും. ഇരുമ്പ് പോലെ ഉറപ്പുള്ളൊരു ഭരണ സംവിധാനമായിരുന്നു റോമൻസ്. വളരെ ശക്തമായ ക്രൂരമായ ഭരണ സംവിധാനങ്ങളുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു റോമൻ സാമ്രാജ്യം. അത് അസ്തമിച്ചു പോയി. ഡെമോക്രസി വന്നു. ഇരുമ്പും കളിമണ്ണും ചേരാതിരിക്കുന്നത് പോലെ അതും ലോകത്തിലെ ഒരു മനുഷ്യനും ചേരത്തില്ല. ഇവിടെ ആര് ഭരിച്ചാലും കുറച്ച് നാൾ സമാധാനത്തോടെ ഒരുപക്ഷെ ജീവിച്ചു എന്ന് വരാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭരണസീമയ്ക്കുള്ളിലായാൽ ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ നമുക്ക് കയറാൻ പറ്റും. അതാണ് എൻ്റെ ഇന്നത്തെ സന്ദേശത്തിൻ്റെ പ്രധാന പോയിന്റ്. ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുവാൻ ഞാൻ ദൈവമക്കളെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ലോകത്ത് ആവിർഭവിച്ച ബാബിലോൺ, മേദ്യ, പെർസ, ഗ്രീസ്, റോം, 4 ശക്തമായ സാമ്രാജ്യങ്ങളെ ദാനിയേൽ കണ്ടത് എന്താണ്? സ്തോത്രം, ഞാനതൊന്ന് വേണമെങ്കിൽ വായിക്കാം. ആ രാജാവിൻ്റെ കാലത്ത് സ്തോത്രം എൻ്റെ ഒരു നാളും സ്തോത്രം എൻ്റെ 44 വായിക്കാം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്വനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്ത് വേറൊരു ജാതി കേൾപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല്, പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന ഇരുമ്പും തളിമണ്ണും വെള്ളിയും പൊന്നും സ്തോത്രം തകർത്ത് കളഞ്ഞതായി കണ്ടതിൻ്റെ സാരമോ മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നത്. ഏതാണ് ഈ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല്? സർവശക്തനായ ദൈവപുത്രനായ യേശുക്രിസ്തു. അവൻ ദൈവമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഇട്ട് അമ്മാനമാടുന്ന പെന്തക്കോസ് ഭാഷമായിട്ട് എനിക്ക് പറയാനുള്ളത്, ദൈവപുത്രനായ യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണ്. ഞാനും പിതാവും ഒന്നത്രേ. കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് ലോകത്തുള്ള സകല ഭരണ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുമെന്നാണ് ആ വചനത്തിൻ്റെ വെളിപ്പാട്. ആ ഭരണസീമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുക. രൂപാന്തര ശരീരം പ്രാപിച്ച് പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരുമായി മഹത്വ പ്രത്യക്ഷതയോടുകൂടി ഈ ഭൂമിയിൽ വന്ന് 1000 ആണ്ട് ഭരിക്കും. ഇന്നിപ്പോൾ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സാത്താനെ ബന്ധിച്ചിട്ടേ ഭരണം നടത്തത്തുള്ളൂ. സാത്താനാണ് സർവ്വലോകത്തെയും തെറ്റിച്ച് കളയുന്നത്. സാത്താനാണ് മനുഷ്യനെ മുഴുവൻ അമ്മാനമാടുന്നത്. സാത്താനെ ബന്ധിച്ചതിന് ശേഷം 1000 ആണ്ട് എന്തു ചെയ്യും? ഈ ഭൂമിയെ ഭരിക്കും. പൗലോസ് പറഞ്ഞു, വിശുദ്ധന്മാർ ഭൂമിയെ ന്യായം വിധിക്കും. നിങ്ങൾ അറിയുന്നില്ലയോ? ദൂതന്മാരെ നമ്മൾ ന്യായം വിധിക്കും. അങ്ങനെ ദൂതന്മാരെയും ഭൂമിയെയും ന്യായം വിധിക്കാനുള്ള നമ്മളാണ് സഹോദരന്മാർക്കെതിരെ കോടതിയിൽ രക്ഷിക്കപ്പെട്ട വക്കീലിനെയും കൊണ്ട് കേസ് പറയാൻ നടക്കുന്നത്. പാസ്റ്റർമാരെ നമ്മൾ ലജ്ജിക്കണം, ലജ്ജിച്ച് തല താഴ്ത്തണം. ലോകത്തെ ഭരിക്കുവാൻ, ദൂതന്മാരെ ഭരിക്കുവാൻ വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ് പുതിയ നിയമസഭ. ഹല്ലേലൂയ. കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് ലോകത്തിൻ്റെ സകല ഭരണ സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയിട്ട് LDF പോയി, UDF പോയി, BJP പോയി, 2020 പോയി, എല്ലാ ഭരണത്തെയും തച്ചുടച്ചു കളയും ദൈവപുത്രൻ. എന്നിട്ട് ആ കല്ലിനെ കുറിച്ച് പറയുന്നത്, ആ കല്ല് പർവ്വതമായി ഈ കല്ല് കംപ്ലീറ്റ് തകർത്തതിന് ശേഷം ഭൂമി മുഴുവൻ അതിൻ്റെ പൊടി കൊണ്ട് നിറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? സർവ്വഭൂമിയെയും ഭരിക്കുന്ന ഒരു ഭരണാധിപനായിട്ട് യേശുക്രിസ്തു ഭരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം, ആത്മീയർത്ഥം. ആ കർത്താവിൻ്റെ കാലത്ത് ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടവർക്ക് ഒരു ചാൻസ് ഉണ്ട് കർത്താവിനോട് കൂടി ഈ ലോകത്തെ വിധിക്കാൻ. പടകും കീറിപ്പൊളിഞ്ഞ വലയും പൊട്ടിപ്പൊളിഞ്ഞ പടകും ഒക്കെ ഞെക്കിപ്പിടിച്ച് മീൻ പിടിച്ച് കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും പോയ
അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചിട്ട് യേശുവിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, നിങ്ങൾക്ക് എന്തോ കിട്ടും? യേശുവിൻ്റെ മറുപടി, മനുഷ്യപുത്രൻ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പൗലോസ് 1 കൊരിന്ത്യർ 6 എഴുതി വെച്ചു, വിശുദ്ധന്മാർ ഭൂമിയെ ന്യായം വിധിക്കും, ദൂതന്മാരെ ന്യായം വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ പുതിയ നിയമ വിശുദ്ധന്മാർ, ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ ഗോത്രത്തെ ന്യായം വിധിക്കുമ്പോൾ പുതിയ നിയമസഭ ലോകത്തിലുള്ള മനുഷ്യരെ ന്യായം വിധിക്കും, ദൂതന്മാരെ ന്യായം വിധിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ഈ യാഥാർത്ഥ്യം ഞാൻ വിശ്വസിക്കുന്നു. വചനത്തിലൂടെ ഞാനത് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുരളിവില്ലാത്ത, മരണമില്ലാത്ത ഒരു നിത്യമായ ജീവിതം. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. ലോകത്തിൻ്റെ ചപ്പിൻ്റെയും ചവറിൻ്റെയും പുറകെ പോകാതെ, ലോകസ്നേഹികളായി ദ്രവ്യാഗ്രഹികളായി തീരാതെ, സ്വത്രം കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് കർത്താവിൻ്റെ ഭരണസീമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകുമെന്ന് കർത്താവ് പറഞ്ഞത് അതായി കഴിഞ്ഞു. നോഹയുടെ കാലഘട്ടത്തെ കവച്ചു വയ്ക്കത്തക്ക നിലയിൽ ഇതാ റോമാലേഖനം 1-ാം അധ്യായത്തിലെ 18 മുതൽ 44 വരെയുള്ള വാക്യത്തിൽ നമ്മളത് കണ്ടു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇതിൽ കൂടുതൽ അതിക്രമം വർദ്ധിക്കാനില്ല. എല്ലാ പാപത്തിൻ്റെ പട്ടികകളും ഈ കൊച്ചു കേരളത്തിൽ, ഞങ്ങളുടെ കൊച്ചി പട്ടണത്തിൽ തന്നെ വിലസുകയാണ്. തൂഫാൻ എന്ന് പറഞ്ഞ് UDFൻ്റെ ഒരു ലഹരി വിരുദ്ധ സംവിധാനം അവർ കൊണ്ടുവന്നത് കൊണ്ട് കുറേ കുട്ടികൾ രക്ഷപ്പെടുമെന്ന് ഞാൻ ചിന്തിക്കുക. സ്വത്രം. കുറേ കള്ളന്മാർ പിടിക്കപ്പെടുമെന്ന് ഞാൻ ചിന്തിക്കുക. സ്വത്രം. കുറച്ച് സ്വസ്ഥതയും സമാധാനം ദേശത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊന്നും നോക്കണ്ട. നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ഇതാ ക്രിസ്തുവാകുന്ന പെട്ടകം നമ്മുടെ മുമ്പിൽ നിൽക്കുക. നോഹയുടെ കാലത്ത് രക്ഷപ്പെടാൻ നോഹയ്ക്കൊരു മെഷർമെൻറ്റ് കൊടുത്തു. നോഹ ആ പെട്ടകം ഉണ്ടാക്കി. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം 120 വർഷം പ്രസംഗിച്ചു. ആരും പെട്ടകത്തിൽ കയറിയില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രസംഗിച്ച് സ്വന്തം അച്ഛയും കുട്ടികളെങ്കിലും പെട്ടകത്തിൽ കയറ്റിക്കോണം. നോഹ അത് ചെയ്തു. പ്രസംഗിച്ച് നമ്മൾ നരകക്കുഴിയിൽ പോയി വീഴരുത്. ഞാൻ എന്നോട് തന്നെ പറയുക, കുറഞ്ഞ പക്ഷം നമ്മുടെ കുടുംബത്തെങ്കിലും പെട്ടകത്തിനുള്ളിൽ കയറ്റിക്കൊള്ളണം. ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ, അല്ലെങ്കിൽ ഈ കൃപയുടെ അനുഭവത്തിലേക്ക് അവരെ കൂടി കൊണ്ടുവന്നോണം. ഹല്ലേലൂയ. നോഹയ്ക്കത് സാധിച്ചു. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, പ്രത്യാശയോടെ കാത്തിരിക്കാം. ഇതാ ക്രിസ്തുവാകുന്ന പെട്ടകം നമുക്ക് മുമ്പ് നിൽക്കുകയാണ്. മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം, ഭക്തിക്കൊത്ത ഉപദേശം, അപ്പോസ്തലിക ഉപദേശം അനുസരിച്ച് ജീവിച്ച് ആ പെട്ടകത്തിനുള്ളിൽ കയറി രക്ഷപ്പെടുവാൻ എൻ്റെ ഈ വചനം കേൾക്കുന്ന, വാട്സപ്പിലെ, ടെലഗ്രാം, യൂട്യൂബിൽ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആത്മാർത്ഥമായി ദൈവസ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വത്രം. വലിയ ന്യായവിധി ലോകത്തിന്മേൽ വരാൻ പോവുകയാണ്. സ്വത്രം. ഈ ലോകത്തെ ദൈവം ന്യായം വിധിക്കാൻ പോവുക. യഹൂദ ജാതിയെ ദൈവം ന്യായം വിധിക്കാൻ പോവുക. യഹൂദ ജാതിയെ ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം അവസാനമായി വലിയ ശിക്ഷ അവരുടെ മേൽ പകരുമ്പോൾ അതിന് മുൻപ് ദൈവസഭ മാറ്റപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഭരണകാലത്തിന് മുൻപ് സഭ മാറ്റപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ന്യായമായ വചനഭാഗങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. വ്യക്തമായി, കൃത്യമായി വേദപുസ്തകം തരുന്നുണ്ട്. എന്നാൽ ചില ദുർഗ്രേഷ്ടക്കന്മാർ ഇപ്പോൾ അത് പ്രസംഗിച്ചു തുടങ്ങിയിരിക്കുക. ഞാനത് ആ ഭാഗം ശ്രദ്ധിക്കാറേയില്ല. എനിക്ക് ആവശ്യമായ വചന വെളിപ്പാട് കർത്താവ് തന്നിട്ടുണ്ട്. ആ വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് മഹോദരത്തിന് മുമ്പ് സഭയെടുക്കപ്പെടും. ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ നമുക്ക് രക്ഷപ്പെടാം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ഈ ചെറിയ ദൈവവചന പ്രഘോഷണത്തിൽ ഞാൻ ഇരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.